അയ്യപ്പ കഥകളും ശബരിമല വിശേഷങ്ങളും പോലെ പമ്പ എന്ന പുണ്യനദിയുടെ മാഹാത്മ്യങ്ങളും എത്ര കേട്ടാലാണ് മതി വരിക. സ്വാമി സവിധം ഇന്ന് ആരംഭിക്കുന്നു പമ്പയുടെ തീരത്ത്. ശബരിമലയുടെ താഴ്വാരങ്ങളിലൂടെ കളകളനാദമുതിർത്തുകൊണ്ടൊഴുകുന്ന പമ്പ മഹത്തായ ജീവിത സന്ദേശം തീർത്ഥാടകർക്ക് നൽകുന്നു. മന്ദമായും വേഗത്തിലും കലങ്ങി മറിഞ്ഞും പല പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് പമ്പ പ്രവഹിക്കുന്നത്. ജീവിതപാതയിൽ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാൻ തീർത്ഥാടകർക്ക് പമ്പ പ്രചോദനമേകുന്നു. പമ്പാനദിയുടെ പരിശുദ്ധിയെപ്പറ്റി അഗസ്ത്യ മഹർഷി പന്തള രാജാവിനോട് പറയുന്നുണ്ട്. പുണ്യതീർത്ഥങ്ങളെല്ലാം ചേർന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പരശുരാമൻ ശ്രീ പരമേശ്വരനെ തപസ്സനുഷ്ഠിച്ചു. പരമേശ്വരൻ അനുഗ്രഹിക്കുകയും അതേ തുടർന്ന് പരശുരാമൻ എല്ലാ തീർത്ഥങ്ങളുടെയും പുണ്യവാഹിനിയായി പമ്പയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. അത് പാപം നശിപ്പിക്കുകയും പാലനം നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് പമ്പ എന്നു പേര് കേട്ടു. അത്യന്ത ശീതളിമയാർന്ന പമ്പയെന്ന തീർത്ഥജലത്തിൽ 3 നേരവും മുങ്ങിക്കുളിച്ചാലും എത്ര ക്ഷീണഗാത്രനു പോലും യാതൊരു അസുഖവും ഉണ്ടാകില്ല. മാത്രമല്ല അയാൾ ഉന്മേഷവാനായി തീരുകയും ചെയ്യുന്നു. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നതുകൊണ്ട് പാപങ്ങൾ നശിക്കുമെന്നും തർപ്പണം നടത്തിയാൽ പിതൃക്കൾ ബ്രഹ്മലോകം പോകുമെന്നും അവർക്ക് സദ്ഗതി ഉണ്ടാകുമെന്നും പുരാണങ്ങളും തീർത്ഥമാഹാത്മ്യങ്ങളും ഉദ്ഘോഷിക്കുന്നു. പമ്പവിളക്കും പമ്പസദ്യയും അതിപ്രശസ്തമാണ്. കന്നിക്കാർ പെരിയ സ്വാമിമാരെ പഴമയൂട്ടിന് ക്ഷണിക്കുന്നു. പമ്പയിലെ കുഞ്ഞോളങ്ങളിൽ പല വർണ്ണങ്ങളിലുള്ള ദീപപ്രഭ പ്രസരിക്കുന്ന പമ്പവിളക്ക് ചേതോഹരമായ കാഴ്ചയാണ്. പമ്പസദ്യയ്ക്ക് മുൻപായി വിളക്ക് കൊളുത്തിവെച്ച് സകല പദാർത്ഥങ്ങളും വിളമ്പി സ്വാമിക്ക് നേദ്യം സമർപ്പിച്ചതിനു ശേഷമാണ് അയ്യപ്പന്മാർ സദ്യയുണ്ണുവാനിരിക്കുകയുള്ളൂ. അമൃതിനു സമമായ അനവധി വിഭവങ്ങളുണ്ടാകും പമ്പസദ്യയിൽ.
പമ്പ വിളക്ക് ഒരു വഴിപാടായി കരുതി ആചരിച്ചു പോരുന്നു. സന്ധ്യയാകുമ്പോൾ എല്ലാ പർണശാലകളും വിളക്കുകൾ കൊണ്ട് പരിശോഭിക്കുന്നു. ഓരോ അയ്യപ്പന്മാരും അവരവരുടെ കെട്ടുകൾക്ക് മുൻപിൽ ഓരോ ദീപം പ്രകാശിപ്പിച്ചു വെക്കുന്നു. വലിയ തരം ആഴികളിലും അഗ്നിജ്വാലകൾ വർദ്ധിക്കുന്നു. ഇതുകൂടാതെ ഈറ്റക്കമ്പുകൾ കൊണ്ട് കൂടാരം നിർമ്മിച്ചും രഥകൂടം നിർമ്മിച്ചും അതിലെല്ലാം അണിയണിയായി എണ്ണയിൽ നനച്ച തിരികളോ പന്തങ്ങളോ കൊളുത്തിവെച്ചും ദീപശിഖ വർദ്ധിപ്പിച്ച് ആറ്റിൽ ഒഴുക്കിവിടുന്നു. സംഖ്യയേറ്റ ഇപ്രകാരമുള്ള വിളക്കുകൾ പമ്പയിലെ നീരധാരയിൽ ഭക്തന്മാർ ഒഴുക്കുന്നു. പാലാഴിച്ചേലോടെ പായുന്ന പമ്പയുടെ കരയിൽ ഇന്നത്തെ സ്വാമി സവിധം പൂർത്തിയാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. സ്വാമി ശരണം.